ഹലോ വീവേഴ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അത് നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ ഒരു 10-20 ചെറിയ ഉള്ളി ഇതേമാതിരി ചെറുതാക്കി നുറുക്കി, വലിയ ഉള്ളി ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ വറ്റൽമുളക് വേണം. പിന്നെ ഉപ്പ് വേണം. പിന്നെ ചെറിയൊരു നെല്ലിക്ക വേണ്ട കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കരിയേപ്പിൻ്റെ ഇല വേണം. ഇത്ര സാധനമാണ് നമ്മുടെ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി നിങ്ങൾക്ക് ചെറിയ ഉള്ളിക്ക് പകരം കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് സവാളയും കൂട്ടിയിട്ട് എടുത്താലും കുഴപ്പമില്ല. സവാള തന്നെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചെറിയ ഉള്ളി കൊണ്ട് തന്നെ ഉണ്ടാക്കേണ്ടതാണ് കൂടുതൽ സ്വാദ്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വറ്റൽമുളക് വഴന്നു കഴിഞ്ഞു. അത് നമുക്ക് ഇന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളി ഒരു 10 രൂപ എടുത്തിട്ടുണ്ട്. അത് വലുതാണെങ്കിൽ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. വേഗം വഴലായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയെല്ലാം വഴന്ന് കഴിഞ്ഞ് ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ വഴറ്റിയെടുത്ത ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചിയും വറ്റൽമുളകും എല്ലാം തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ശർക്കര, ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുള്ളൂ. പിന്നെ പുളി, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വഴറ്റിയെല്ലാം എണ്ണ ഉണ്ടായില്ലേ, ആ എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് നല്ല പോലെ അരയണ്ട, ഒന്ന് നല്ല പോലെ അരയാതെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ ചമ്മന്തി അരച്ച് റെഡിയായി. നല്ലപോലെ അരഞ്ഞിട്ടില്ല കേട്ടോ, ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടേ ഉള്ളൂ. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ചമ്മന്തി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒട്ടും വെള്ളം കൂട്ടാതെയാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല നൈസായിട്ട് അരയാൻ പാടില്ല. ഇതേമാതിരി കണ്ടില്ലേ അരയാൻ പാടുള്ളൂ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.